ഒത്തിരി മനുഷ്യർ തെറ്റായ തീരുമാനമെടുത്ത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. തെറ്റായ തീരുമാനമെടുത്ത് തകർന്നു പോയിട്ടുണ്ട്. തെറ്റായ തീരുമാനത്തിൽ പൈസ കൊടുത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ചതിയിൽപ്പെട്ടവരുണ്ട്, വഞ്ചനയിൽപ്പെട്ടവരുണ്ട്, കേസിൽപ്പെട്ടവരുണ്ട്, കുടുങ്ങി കിടക്കുന്നവരുണ്ട്. തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ, ചിലപ്പോൾ അന്നേരം നല്ലതായിട്ട് തോന്നുന്ന തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ ബാധിക്കും. പ്രിയപ്പെട്ടവരെ, തെറ്റായ തീരുമാനം ജീവിതത്തിൽ എടുക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ബുദ്ധിമോശം കൊണ്ട്, ശുദ്ധ മനസ്സുകൊണ്ട്, പൊട്ടബുദ്ധി കൊണ്ട് തെറ്റായ തീരുമാനം എടുക്കാൻ ഇടയായാൽ അപ്പോൾ തന്നെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. തെറ്റായ തീരുമാനങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകരുത്. തെറ്റായ ബന്ധങ്ങളുണ്ടാകരുത്, തെറ്റായ തീരുമാനങ്ങളുണ്ടാകരുത്, തെറ്റായ സാഹചര്യങ്ങളിലേക്ക് പോകാൻ ഇടയാകരുത്. അതെല്ലാം നമ്മുടെ ഭാവിയെ ഓരോ പടി ഇടിച്ചിടിച്ച് താഴ്ത്തുന്ന കാര്യത്തിലേക്ക് വരും. ഇസഹാക്ക് മനസ്സ് ചിന്തിക്കുക, ഈ പ്രശ്നം മാറണം, ഈജിപ്തിലേക്ക് പോകണം. ആ മനസ്സിനകത്ത് ആ ചിന്തകൾ ഉരുണ്ടുകൂടിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിലും ഒരു പരാജയത്തിലേക്കോ തകർച്ചയിലേക്ക് പോകേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇപ്പം നല്ലതായിട്ട് തോന്നും, പക്ഷെ പിന്നീട് അത് വലിയ തകർച്ചയിലേക്കായിരിക്കും ഒരു കാരണമാകുന്നത്. ദൈവമേ, കൃത്യസമയത്ത് ഇടപെടണമേ. പറഞ്ഞ് കൃത്യസമയത്ത് ഇടപെടണമേ. എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇടപെടണമേ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ, ദൈവവചനം കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം കൃത്യമായി ഇടപെടും. ആ കൊല്ലം തന്നെ, അനുസരിച്ച് ആ കൊല്ലം തന്നെ ഒരു അനുഗ്രഹം അനുഭവിച്ചു.